ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് RTR 200-ൽ വരുന്ന ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ എങ്ങനെ ഹൈറ്റ് കൂട്ടി ഇതുപോലെ ഒരു നോർമൽ സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി എത്ര രൂപ ആവും എന്നുള്ളതും അതുപോലെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതും പിന്നെ അത് എവിടെ നിന്ന് വാങ്ങിക്കാം, അതുപോലെ ഈ ഹാൻഡിൽ ബാർ ഹൈറ്റ് കൂട്ടുമ്പോൾ സ്റ്റോക്ക് കേബിൾ ലെങ്ത് കുറവായതുകൊണ്ട് ഏതൊക്കെ കേബിളുകളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും എല്ലാം ഡീറ്റെയിൽസും ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുൾ കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ 2 സൈഡ് മിറേഴ്സും അഴിച്ചു വെക്കണം. പിന്നെ ഈ സ്വിച്ച് ഗിയറിന് താഴെയുള്ള ഈ 2 സ്ക്രൂ റിമൂവ് ചെയ്ത് സ്വിച്ച് ഗിയർ അഴിച്ചു മാറ്റണം. അതിനുശേഷം ഈ ഫ്രണ്ട് ബ്രേക്ക് ലിവർ ഇതുപോലെ അഴിച്ചു മാറ്റണം. പിന്നെ ഈ ഹാൻഡിൽ ബാറിൻ്റെ 2 ബോൾട്ട് റിമൂവ് ചെയ്ത് പതുക്കെ റൈറ്റ് സൈഡിലെ ഹാൻഡിൽ ബാർ ഇളക്കിയെടുക്കണം. ഇനി ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ മിറർ, സ്വിച്ച് ഗിയർ, ക്ലച്ച് ലിവർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം പതുക്കെ ആ ഹാൻഡിൽ ഗ്രിപ്പ് ഇതുപോലെ തിരിച്ചെടുക്കണം. അതിനുശേഷം ഈ ലെഫ്റ്റ് ഹാൻഡിൽ ബാറും ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ടോപ്പ് ടീ പ്ലേറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി 2 സൈഡിലെ ബോൾട്ടും ഒരു എലൻ കീ യൂസ് ചെയ്ത് ലൂസ് ചെയ്യണം. എന്നിട്ട് ഇതിലെ സെൻറ്ററിൽ വരുന്ന ഈ വലിയ നട്ടും അതിൻ്റെ മേലത്തെ ഒരു പ്ലാസ്റ്റിക് കവറും അഴിച്ചു മാറ്റണം. പിന്നെ അതിനുശേഷം ഈ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് അസംബ്ലി കൂടെ കേബിൾസ് ഒക്കെ എടുക്കാൻ വേണ്ടി അഴിച്ചു മാറ്റി വെക്കണം. അതിനുശേഷം ഈ പ്ലേറ്റ് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ടീ പ്ലേറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഇഗ്നീഷൻ സ്വിച്ച് ഇതുപോലെ പതുക്കെ അഴിച്ചെടുക്കണം. ഇനി നമുക്ക് പുതിയ കസ്റ്റം ഹാൻഡിൽ ബാർ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം ഈ ടോപ്പ് പ്ലേറ്റ് എടുത്ത് അതിൽ ഇഗ്നീഷൻ സ്വിച്ച് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് 2 ഫോർക്കിൽ കൂടെ കറക്റ്റ് ഇറക്കി വെക്കണം. ഇതിന് താഴെ കാണുന്ന നട്ടും അതുപോലെ ഇതിന് താഴെ വരുന്ന നട്ടും ടൈറ്റ് ചെയ്തിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ റൈറ്റ് സൈഡിലെ ഈ നട്ടും പിന്നെ അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ഈ കാണുന്ന നട്ടും ടൈറ്റ് ചെയ്ത് വെക്കണം. ഇനി ഈ സെൻറ്ററിൽ വരുന്ന മെയിൻ നട്ട് കറക്റ്റ് ടോർക്കിൽ ടൈറ്റ് ചെയ്ത് അതിന് മേലെ വരുന്ന ഈ പ്ലാസ്റ്റിക് കവർ കൂടെ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഈ മൗണ്ടിലേക്ക് ഹാൻഡിൽ ബാർ എടുത്ത് വെച്ചിട്ട് അതിന് മേലെ വെക്കാനുള്ള ഈ ടോപ്പ് പാർട്ടും വെച്ച് ഈ 4 സ്ക്രൂസും ടൈറ്റ് ചെയ്യാതെ ജസ്റ്റ് ഇട്ട് വെക്കണം. അപ്പോൾ ഹാൻഡിലൊക്കെ അതിന് വെച്ചതിന് ശേഷം ഇനി ഹാൻഡിൽ ബാർ ഏത് പൊസിഷനിലാണോ വേണ്ടത് എന്ന് സീറ്റിലിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം 4 എലൻ കീ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് ഹാൻഡിൽ ബാറിൽ ഫിക്സ് ആക്കി വെക്കണം. ഇനി ഈ ക്ലച്ച് കേബിൾ ചേഞ്ച് ചെയ്യണം. ഹാൻഡിൽ ബാർ ഹൈറ്റ് കൂടിയതുകൊണ്ട് സ്റ്റോക്ക് വരുന്ന കേബിളിൻ്റെ ലെങ്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ആക്സിലേറ്റർ കേബിളും ചേഞ്ച് ചെയ്യണം. അതും സ്റ്റോക്ക് കേബിളിൻ്റെ ലെങ്ത് കറക്റ്റ് ആവില്ല. അപ്പോൾ ഹാൻഡിൽ ബാറൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ടിലെ ക്ലച്ച് ലിവർ ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഈ കാണുന്ന ഈ 2 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്താൽ മതിയാവും. ഈ കാണുന്നത് TVSൻ്റെ തന്നെ ഒറിജിനൽ മൊബൈൽ ചാർജറാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സ്വിച്ച് ഗിയർ വെക്കണം. ഈ സ്വിച്ച് ഗിയർ വെക്കാൻ വേണ്ടി ഈ ഹാൻഡിൽ ബാറിൽ ഒരു ഹോൾ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ത്രോട്ടിൽ ഗ്രിപ്പ് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ബാറിൻ്റെ വെയിറ്റും വെച്ച് ടൈറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ ഇൻസ്റ്റാ 360 വെക്കാൻ വേണ്ടി ഒരു കസ്റ്റം മൗണ്ടും അതുപോലെ തന്നെ ഒരു മൊബൈൽ ഹോൾഡറും ഇതിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ബ്രേക്ക് ഹോസ് TVSൻ്റെ ഒറിജിനൽ ബ്രേക്ക് ഹോസ് തന്നെയാണ്. അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിന് ലെങ്ത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലെ ബ്രേക്ക് ലിവർ ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ മിററും ഫിറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ സ്വിച്ച് ഗിയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹാൻഡിൽ ബാറിൽ ഒരു ഹോള് ഡ്രിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഈ ഒരു ത്രോട്ടിലും ഇട്ടിട്ട് ഈ ബാറിൻ്റെ വെയിറ്റ് ഫിറ്റ് ചെയ്താൽ റൈറ്റ് സൈഡും കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഈ കാണുന്ന ഈ 2 ബോൾട്ട് യൂസ് ചെയ്ത് ഈ ഫ്രണ്ടിലുള്ള ഈ ഹെഡ്ലൈറ്റ് അസംബ്ലി ഈ പ്ലേറ്റിലോട്ട് ചേർത്ത് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേറ്റർ കേബിള് ഇതിലൂടെ വന്ന് ടാങ്കിൻ്റെ താഴത്തൂടെ വന്ന് ടാങ്കിൻ്റെ താഴെയുള്ള ത്രോട്ടിൽ ബോഡിയിൽ വന്ന് കണക്ട് ചെയ്യണം. ഇത് ചെയ്യാനായിട്ട് സൈഡ് പാനൽ മാത്രം റിമൂവ് ചെയ്താൽ മതിയാവും. ടാങ്ക് ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ക്ലച്ച് കേബിളും ഇതിലൂടെ എടുത്ത് ഈ ക്രാഷ് ഗാർഡിൻ്റെ സൈഡിലൂടെ വന്ന് ഈ ക്ലച്ചിൽ കൊടുത്തിട്ടുണ്ട്.
ഇതിൽ യൂസ് ചെയ്ത ക്ലച്ച് കേബിളും അതുപോലെ ആക്സിലറേറ്റർ കേബിളും എല്ലാം TVS ഫീനിക്സ് ബൈക്കിൻ്റെയാണ്. ഇതിൻ്റെ പാർട്ട് നമ്പറാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഹാൻഡിൽ ബാർ വെച്ചതിന് ശേഷവും ഒരു കേബിളും പുറത്തൂടെ ഇട്ടിട്ടില്ല. എല്ലാം കറക്റ്റ് സ്റ്റോക്ക് കണ്ടീഷൻ പോലെ തന്നെ റൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻഡിൽ ബാർ എവിടെ നിന്ന് വാങ്ങിക്കാം, എത്ര രൂപയായി, എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതെല്ലാം പറയാം. ഇത് KPH മോട്ടോ പറഞ്ഞ ഒരു ടീം ഉണ്ടാക്കുന്ന കസ്റ്റം ഹാൻഡിൽ ബാർ റൈസർ കിറ്റാണ്. ഇതും ഹാൻഡിൽ ബാറും പിന്നെ മൗണ്ടും എല്ലാം കൂടെ ഫുൾ കിറ്റ് വരുന്നത് 3800 രൂപയാണ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കയറി ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഈ ഹാൻഡിൽ ബാർ വെച്ചതിന് ശേഷം ഞാൻ ഒരു 1000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ ബാക്ക് പെയിനോ ഷോൾഡർ പെയിനോ ഒന്നും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ ബാർ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.